ആകാശവാണി. നമസ്കാരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ലോകത്തിന് തന്നെ ഇന്ന് ഭീഷണിയാകുകയാണ്. ഇത്തരം മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും വളരെ പ്രധാനവുമാണ്. ഇന്ത്യയിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് പ്രതിവർഷം ഉത്പാദിപ്പിക്കപ്പെടുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഈ വിഷയത്തിലെ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഗ്ലോബൽ അലയൻസ് ഫോർ ഇൻസിനേറ്റർ ആൾട്ടർനേറ്റീവ്സിലെ ഏഷ്യ പസഫിക് കാമ്പയിനർ ഓൺ ഓർഗാനിക്സ് ആൻഡ് ക്ലൈമറ്റ് ശ്രീ ഷിബു കെ നായർ ആണ്. ഒപ്പം ഞാൻ സുനീഷ് വിതുര. ശ്രീ ഷിബു കെ നായർ, താങ്കൾക്ക് സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ചോദിക്കട്ടെ, ഇന്ത്യയിൽ പ്ലാസ്റ്റിക് മാലിന്യം എത്രത്തോളം ഗൗരവമുള്ളതാണ്? അതുപോലെ പ്രതിവർഷം ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ, അതിന്റെ അളവ് എത്രയാണ്? മാത്രമല്ല, ഇവയുടെ പ്രാഥമിക ഉറവിടം എവിടെയൊക്കെയാണ് എന്ന് പറയാമോ? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നത് ഇന്ന് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല, അത് ലോകമെമ്പാടും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിപത്ത് തന്നെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഈ വിപത്തിനെ കുറിച്ചുള്ള വലിയ തരത്തിലുള്ള ഒരു ആലോചനകളിലേക്ക് ലോകത്തിനെ കൊണ്ടുപോയിട്ടുള്ളത് കടലിലെ വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവിനെ കുറിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നപ്പോഴേക്കാണ്. ഇന്ന് നമുക്ക് സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് മലിനീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ വരെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അത് മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ രൂപത്തിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള പഠനങ്ങളും വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 35 ലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഏതാണ്ട് 60% വരുന്നത് പാക്കേജിംഗ് വ്യവസായ മേഖലയിൽ നിന്നാണ്. അതായത് നമ്മൾ വാങ്ങുന്ന സാധാരണ കൺസ്യൂമർ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെയും പാക്ക് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. അത് കുപ്പികളുടെ രൂപത്തിലാണെങ്കിലും പ്ലാസ്റ്റിക് കവറുകളുടെ രൂപത്തിലാണെങ്കിലും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ തന്നെയും ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒറ്റത്തവണ മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന തരം പ്ലാസ്റ്റിക്കുകളാണ്. രണ്ടാമത് ഏതാണ്ട് 20% പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരുന്നത് നമ്മുടെ കൺസ്യൂമർ ഗുഡ്സ് ആണ്. അതിപ്പോൾ നമ്മുടെ ചെരുപ്പാകാം, ബാഗാകാം, കുടയാകാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേനയാകാം, കളിപ്പാട്ടങ്ങളൊക്കെ തന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു 5 മുതൽ 10 വരെ ശതമാനം മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് കൺസ്ട്രക്ഷൻ ഡെമോളിഷൻ വേസ്റ്റിൽ നിന്നാണ്. അതായത് നമ്മുടെ വീടിനകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വയറിങ്ങോ പ്ലംബിങ്ങിനൊക്കെ തന്നെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ്. അക്കൂട്ടത്തിൽ ഒരു 5% താഴെ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ കാർഷിക മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. കമ്പോസ്റ്റ് കൊണ്ടോ കരിയിലകൾ കൊണ്ടോ മണ്ണ് മൂടുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിന് പകരം പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുന്നുണ്ട്. പല വ്യവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന പല മേഖലകളിലും പ്ലാസ്റ്റിക് ഷീറ്റുകൾ തറയിൽ വിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റബ്ബർ തോട്ടങ്ങളിൽ റബ്ബർ ടാപ്പ് ചെയ്യുമ്പോൾ അതിന് ഉണ്ടാകുന്ന ഒരു റെയിൻ ഗാർഡ്, അത് പ്ലാസ്റ്റിക് ആണ്. കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാപ്പുകളുണ്ട്, അതൊക്കെ തന്നെ പ്ലാസ്റ്റിക്കിലാണ്. അങ്ങനെ ബയോമെഡിക്കൽ മാലിന്യങ്ങളിൽ കണക്ക് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു 3% പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ IV ബാഗുകൾ, ഡ്രിപ്പ് ഇടാനായിട്ട് കൊടുക്കുന്ന IV ബാഗുകൾ, മറ്റ് ഒരുപാട് സാധനങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്നുണ്ട്. അത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നതാണ്. അതൊരു 3% താഴെ ഉള്ളൂ. പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ ടെക്സ്റ്റൈൽ രംഗത്ത് നിന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പോളിസ്റ്റർ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ബട്ടണുകളും, ഇതിൽ പലതും തന്നെ ഈ മൈക്രോ ഫൈബേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. കണ്ണട വാങ്ങിക്കുമ്പോൾ നമുക്ക് കണ്ണട തുടയ്ക്കാൻ അതിന്റെ കൂടെ തരുന്നത് മൈക്രോ ഫൈബറുള്ള തുണിയാണ്. വസ്ത്രങ്ങളുമുണ്ട്, വളരെ നേർത്ത, ധരിക്കാൻ വളരെ സുഖകരമായിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ നിന്ന് പോകുന്ന വളരെ നേർത്ത ആ നാരുകൾ, ഇത് പലപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഒരു മലിനീകരണത്തിന് കാരണം. ഇത് മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളുടെയും ഒക്കെ തന്നെ ശരീരത്തിലും ഒക്കെ കടന്നുകൂടുകയും അതുപോലെ തന്നെ ഈ ശേഖരിക്കപ്പെടാതെയും കൈകാര്യം ചെയ്യപ്പെടാതെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെയും കാലക്രമേണ പൊടിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി വളരെ 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 നേർത്ത് നമുക്ക് കാണാൻ പോലും പറ്റാത്ത, അതിനെ നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയും. അപ്പോൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ജലത്തിലൂടെയും വായുവിലൂടെയും നമ്മുടെ അന്തരീക്ഷത്തിന്റെ എല്ലാ ഭാഗത്തും നിറയുകയും അതുവഴി തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്കിന്ന് ഉള്ളത്. പ്ലാസ്റ്റിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണല്ലോ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി അഥവാ EPR രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഒന്ന് വിശദമാക്കാമോ? ഈ ഉൽപാദകർ തന്നെ ഇത്തരം പ്ലാസ്റ്റിക്കുകളുടെ ശേഖരണവും റീസൈക്ലിങ്ങും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവ് വഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ സംവിധാനമാണ് ഈ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി. അതായത് ഉൽപാദകന്റെ അധികരിച്ച ഉത്തരവാദിത്തം. പ്ലാസ്റ്റിക്കുകളുടെ കാര്യത്തിൽ അത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ ആ നിയമം പൂർണ്ണമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും യൂണിയൻ ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് ചില ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചട്ടക്കൂടുകൾ അനുസരിച്ച് ഓരോ നിർമ്മാതാവും ഒരു വർഷം അവരുടെ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്സിന് ആനുപാതികമായി ഒരു നിശ്ചിത
അളവ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതു മാർക്കറ്റിൽ നിന്ന് ശേഖരിച്ച് അത് സുരക്ഷിതമായി കൈകാര്യം ചെയ്തു എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. പല വസ്തുക്കളും നമുക്ക് പുനരുപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യത എങ്ങനെയാണ്? അപ്പൊ ഇന്ന് നമ്മൾ നേരിടുന്ന വെല്ലുവിളി മാലിന്യങ്ങൾ ശേഖരിച്ച് അത് സംസ്കരിക്കുന്നതിനുള്ള ചെലവ് വളരെ ഭീമമാണ്. ആ ചെലവും ഇതിൽ ഈ റീസൈക്കിൾ ചെയ്താൽ കിട്ടുന്ന മൂല്യവും ഒത്തുപോകുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ ഈ കുന്നുകൂടി കാണുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പർ, വീടുകളിലുണ്ടാകുന്ന ന്യൂസ് പേപ്പർ, കാർഡ്ബോർഡ് അല്ലെങ്കിൽ അലുമിനിയം ഫോയിലുകൾ, ഇതൊന്നും നമ്മൾ മാലിന്യ കൂമ്പാരത്തിൽ വലിയ അളവിൽ കാണാറില്ല. അതുപോലെ തന്നെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുള്ളത് പ്ലാസ്റ്റിക്കുകൾ മുഴുവൻ റീസൈക്കിൾ ചെയ്യാമല്ലോ എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മുടെ റീസൈക്ലിംഗ് റേറ്റ് നോക്കുകയാണെങ്കിൽ 30% താഴെ മാത്രമാണ് പ്ലാസ്റ്റിക്കുകളുടെ റീസൈക്ലിംഗ് നടക്കുന്നത്. അത് തന്നെ ക്വാളിറ്റിയുള്ള മെച്ചപ്പെട്ട രീതിയിൽ വൃത്തിയായിട്ട് കിട്ടുന്ന പ്ലാസ്റ്റിക്കുകൾ മാത്രമേ അത്തരത്തിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കവറുകളും ടെട്രാ പാക്കുകളോ അല്ലെങ്കിൽ ക്യാരി ബാഗുകളോ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് കവറുകളോ ഒക്കെ തന്നെയും അത്തരത്തിൽ ഈ റീസൈക്ലിംഗിന് വിധേയമാകുന്നില്ല. ഇനി ഈ റീസൈക്ലിംഗ് നടക്കുന്നത് സർക്കാർ സംവിധാനത്തിലുമല്ല. ഈ റീസൈക്ലിംഗ് മുഴുവനും സാധ്യമാക്കുന്നത് നമ്മൾ ആരും പരിഗണിക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾ വഴിയാണ്. ഇൻഫോർമൽ സെക്ടറിലുള്ള അസംഘടിത മേഖലയിലുള്ള നമ്മൾ ആക്രി പെറുക്കുകാർ എന്നൊക്കെ തന്നെ നമ്മൾ വിളിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന ആ സാധു മനുഷ്യരുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ ആകെയുള്ള 30% റീസൈക്ലിംഗ് നടക്കുന്നതിന്റെ 90% സാധ്യമാകുന്നത് അവരുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അത് നമ്മൾ മറന്നുകൂടാ. അവരെ കൂടി നമ്മുടെ മൊത്തം സംവിധാനത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യൻ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമത്തിനകത്തൊക്കെ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ പ്ലാസ്റ്റിക് ആവശ്യമാണ്. എന്നാലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു പ്രശ്നവുമാണ്. ഈ പശ്ചാത്തലത്തിൽ എങ്ങനെ പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം? തീർച്ചയായിട്ടും മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു പദാർത്ഥം തന്നെയാണ് പ്ലാസ്റ്റിക്സ്. പക്ഷെ അത് നമ്മൾ എവിടെ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഹൃദയവാൽവ് ഉണ്ടാക്കാൻ നമ്മൾ പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബഹിരാകാശ രംഗത്തെ ഉപകരണങ്ങളും മറ്റു സാധനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്സ് കൂടിയേ തീരൂ. നമ്മുടെ ആരോഗ്യ രംഗത്ത് നമുക്ക് പ്ലാസ്റ്റിക്സ് കൂടിയേ തീരുകയുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ വളരെ നിയന്ത്രിതമായി ഉപയോഗിക്കുന്ന, വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്ന, വളരെ ഗൗരവമായ കാര്യങ്ങൾക്കാണ് നമ്മൾ പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒന്നും അല്ലാതെ ഒരു ആവശ്യവുമില്ലാതെ നമ്മൾ ധൂർത്ത് അടിക്കുന്ന തരത്തിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഒരു ക്യാരി ബാഗിനകത്തേക്ക് ഒരു കുപ്പി വെള്ളം ഒരു ക്യാരി ബാഗിനകത്തിട്ട് വാങ്ങി പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിയുമ്പോൾ ഈ കുപ്പിയും നമ്മൾ വലിച്ചെറിയുന്നുണ്ട്, ക്യാരി ബാഗുകളും വലിച്ചെറിയുന്നുണ്ട്. അതുപോലെ തൊഴിൽ മേഖലയിൽ പ്ലാസ്റ്റിക് ഉൽപ്പാദനം കൊണ്ടുള്ള സ്വാധീനം എത്രമാത്രമാണ്? പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, കൂടുതലും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകളുടെ ഉൽപ്പാദനം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ഒരുപാട് തൊഴിലവസരങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. റബ്ബർ തന്നെ നോക്കുക. റബ്ബർ ആണെങ്കിലോ കയർ മേഖലയിലൊക്കെ ആണെങ്കിലോ ഇപ്പം റബ്ബർ ചെരുപ്പുകൾ ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടേത്. ഇന്ന് നമുക്ക് റബ്ബർ ചെരുപ്പായിട്ട് നമുക്ക് കിട്ടാനില്ല. കാരണം നമുക്കിപ്പോൾ പലപ്പോഴും നമ്മുടെ ചെരുപ്പുകളുടെയൊക്കെ തന്നെയും സോളും അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങളൊക്കെ തന്നെയും സിന്തറ്റിക് റബ്ബർ എന്ന് കച്ചവടക്കാർ വിളിക്കുന്ന ഈ പറയുന്ന പ്ലാസ്റ്റിക്സിന്റെ PU തുടങ്ങിയ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വന്നപ്പോൾ റബ്ബറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർ ഉൾപ്പെടെയുള്ള അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ചെറുകിട സ്ഥാപനങ്ങൾ അടക്കമുള്ള ആളുകളുടെ വ്യാപാരത്തിന് ഇത് ബാധിച്ചിട്ടുണ്ട്. അവരുടെ തൊഴിലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ കാണണം. തുണി ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ, പലതരം ഉൽപ്പന്നങ്ങളുടെ വിപണിയിലും ഇതേ കാര്യം തന്നെ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് ബിസ്ക്കറ്റൊക്കെ വന്നിരുന്നത് കടലാസ് പാക്കേജിങ്ങിലാണ്. ഇത് കൊണ്ടുവരുന്ന വരുമാനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ള വരുമാന നഷ്ടവും കൂടെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കുകളുടെ ഈ വ്യവസായം നമ്മളെ സംബന്ധിച്ച് അതിന് ഒരു നെറ്റ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇത് നഷ്ടം തന്നെയാണ്. പല നിയന്ത്രണങ്ങളും സമൂഹത്തിൽ ഏർപ്പെടുത്തുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ നേരിടാറുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് നിയന്ത്രണത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇന്ത്യ ഒരു ദ്വീപല്ല, കേരളം അതിനകത്തൊരു ദ്വീപല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുറന്നു കിടക്കുന്ന നമ്മുടെ ഈ വിപണി എന്ന് പറയുന്നത് തുറന്നു കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്തേക്ക് ഈ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക് മാലിന്യമായിട്ട് പോലും വരുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യ പ്ലാസ്റ്റിക് മാലിന്യം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിൽ റീസൈക്ലിംഗ് വ്യവസായത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ന് അവരാവശ്യപ്പെട്ടതുകൊണ്ട് ഗവൺമെന്റ് ഇളവ് കൊടുത്തിട്ട് പ്രതിവർഷം ഏതാണ്ട് 25,000 മുതൽ 30,000 ടൺ വരെ ഔദ്യോഗികമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന, മാലിന്യമായിട്ട് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ്. അപ്പം അങ്ങനെ പല വിധത്തിൽ നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക്കുകൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിയമം വെച്ചൊരു പഞ്ചായത്തിനകത്തോ ഒരു സംസ്ഥാനത്തിനകത്തോ മാത്രമായി നമുക്ക് പൂർണ്ണമായും നിരോധിക്കാവുന്ന ഒരു അവസ്ഥയോ അതിനുള്ളൊരു സംവിധാനമോ നമുക്കില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഇന്ത്യ എന്ന ഒരു രാജ്യത്തിലേക്ക് വരുന്ന വൈവിധ്യപൂർണമായ ഉൽപ്പന്നങ്ങൾ, നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ വഴി ഇവിടേക്ക് എത്തുന്ന ഉൽപ്പന്നങ്ങളിലൊക്കെ തന്നെ പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ട്. ഇത് മുഴുവനും പൂർണ്ണമായി നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചേ മതിയാകുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട്
ഒരു ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് ട്രീറ്റി ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ആഗോള അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉടമ്പടി, അതിന്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 റൗണ്ട് ചർച്ചകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും അതിൽ പങ്കാളിയാണ്. അതിനകത്തൊരു ചട്ടക്കൂട് ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവസാനമായി ചോദിക്കാനുള്ളത് ഇതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണല്ലോ ഇന്ത്യ. അപ്പോൾ വരും വർഷങ്ങളിൽ പ്ലാസ്റ്റിക് ഉപഭോഗം കൂടാനുള്ള സാധ്യതയും ഉണ്ട്. ഈ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും സുസ്ഥിരമായ ഒരു ബദൽ സംവിധാനങ്ങളും ഉപയോഗിക്കേണ്ടതിന്റെ പ്രായോഗികത എത്രമാത്രമാണ്? തീർച്ചയായും വളർന്നു വരുന്ന ഒരു വലിയ ഇക്കോണമി, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സമ്പദ് വ്യവസ്ഥയാകാൻ കുതിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരു വിപണിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നോക്കണമെങ്കിൽ ലോകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഇത്രയധികം ജനസംഖ്യയുണ്ട്. ഇനിയും അത് വർദ്ധിക്കാനോ ആണ് സാധ്യത കൂടുതൽ. അത് വർദ്ധിക്കുന്നത് മാത്രമല്ല, നിലവിലുള്ള ജനസംഖ്യയിൽ ആളുകളുടെ ജീവിത നിലവാരത്തിനകത്തുണ്ടാകുന്ന മാറ്റം, അവരുടെ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റമൊക്കെ തന്നെയും അവരുടെ ഉപഭോഗത്തെയും ബാധിക്കും. അതുവഴി കൂടുതൽ ഉപഭോഗം നടക്കുകയും ചെയ്യുക. ഉപഭോഗം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്കൊരു നിയന്ത്രണം ആവശ്യമാണ്. അത് വ്യക്തിപരമായ നിയന്ത്രണങ്ങൾക്കൊക്കെ തന്നെ ഒരുപാട് പരിധിയുണ്ട്. നമുക്ക് പ്ലാസ്റ്റിക്കിൽ വേണ്ട എന്ന് തീരുമാനിച്ചാൽ നമുക്ക് ഒരു സാധനവും വാങ്ങാൻ പറ്റില്ല. എണ്ണ നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ വേണ്ട എന്ന് തീരുമാനിച്ചാൽ നമുക്ക് വീട്ടിലേക്ക് നമുക്ക് എണ്ണ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ. കാരണം നിലവിലുള്ള ചട്ടക്കൂടിനകത്ത്, നിലവിലുള്ള നിയമത്തിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വരുന്നത് പെറ്റ് ബോട്ടിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് സാഷകളിലോ ആണ്. അപ്പോൾ അതല്ലാതൊരു ഓപ്ഷൻ നമുക്കില്ല. കുപ്പിയിൽ വാങ്ങിക്കുന്ന സാധ്യതകളൊക്കെ ഇന്ന് കുറവാണ്. ആ ഒരു അവസ്ഥയിലേക്ക് മൊത്തം സംവിധാനം മാറിയിട്ടുണ്ട്. ഉൽപാദനം മുതൽ അത് ഉപഭോക്താവിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ആ പ്രവർത്തനങ്ങൾ മുഴുവനും അത്തരത്തിലേക്ക് ഒരുപാട് സങ്കീർണമായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മാറ്റം വരണമെങ്കിൽ തീർച്ചയായും നിയമം തന്നെ വേണ്ടിവരും. അപ്പോൾ അത് പ്ലാസ്റ്റിക് നിയന്ത്രിക്കുന്ന നിയമത്തിന് പുറമെ പാക്കേജിങ്ങിനകത്ത് ചില നിഷ്കർഷകൾ, പാക്കേജിംഗ് നിയമം നമുക്ക് വേണ്ടിവരും. ചില ഉൽപ്പന്നങ്ങൾ പാക്കിങ്ങിന് പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കരുത്, അതിന് പകരം സംവിധാനം ഉപയോഗിക്കണമെന്നും അത്തരത്തിൽ അങ്ങനെ പകരം സംവിധാനം ഉപയോഗിക്കുന്ന ഉൽപ്പാദകർക്കുള്ള ഇൻസെന്റീവ്സ് കൊടുക്കുകയും വേണം. അവർക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡി. അതായത് നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ചിലവാക്കുന്ന പണം ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സുസ്ഥിരമായ പാക്കേജിംഗ് ഉൽപ്പന്നങ്ങളും അതിനുള്ള സംവിധാനങ്ങളും അല്ലെങ്കിൽ ഡെലിവറി മെക്കാനിസം ഉണ്ടാവും. ഇപ്പം ഉൽപ്പന്നമായിട്ട് തന്നെ വരണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അത് ഡെലിവറി ചെയ്യുന്നത് റീയൂസബിൾ കണ്ടെയ്നറിലാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള ചെറിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തന്നെ നടന്നു വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക പിന്തുണയും അതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക പിന്തുണയും നമ്മുടെ സർക്കാരുകൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമായിരിക്കും. ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും അങ്ങനെയുള്ള എഫേർട്ട് നടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം, പ്രശ്നങ്ങളും പരിഹാരവും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. തന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ ആകാശവാണിയോട് പങ്കുവച്ച ശ്രീ ഷിബു കെ നായർക്ക് നന്ദി അറിയിക്കുന്നു. ഏകോപനം മയൂഷ AM.